ഇതുപോലൊരു പലഹാരം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകില്ല. ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയും കുറേ കാലം സ്റ്റോർ ചെയ്യാനും പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും നെയ്യ് ഒരുപോലെ എത്തിയാൽ ഈ ഒരു പാകത്തിനാണ് കിട്ടുക. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിന് പകരം പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു പാൽപ്പൊടി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല. ആ ഒരു രീതിക്കാണ് കൂട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈസി ആയിട്ട് ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നത്. എല്ലാം തന്നെ ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് വലുപ്പത്തിലാക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നതാണ് ഒന്നും കൂടെ രുചി. ആ ഒരു രീതിക്ക് ഞാനിതെല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരുപാട് ചൂടാവരുത്, മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്താൽ കുറച്ച് സമയം അനക്കാതെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നോക്കൂ, നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ഒരല്പം ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ഒരു ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പിൻ്റെ അടുത്ത് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി നന്നായിട്ടൊന്ന് പതഞ്ഞ് ഒന്ന് കട്ടിയായിട്ട് വരണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഈ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല. ഇപ്പോൾ നോക്കൂ, ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവാകുന്നത് വരെയാണ് ഈ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ആ ഒരു പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ രുചി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യ് ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ ഉരുളകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഈ ഒരു ശർക്കരപ്പാനിയിൽ ഇത് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് വരും. അതുപോലെ തന്നെ അത് കട്ടിയായി ഇതിനൊരു കവറിങ് വരുന്ന രീതിക്ക് ആയി കിട്ടും. ഈ ഒരു രീതിക്ക് നമുക്കിത് അവസാനം റെഡിയായി കിട്ടും. ആ എല്ലാ ഉരുളകളുടെ മേലും ആ ഒരു ശർക്കരയുടെ കോട്ടിങ് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ല പോലെ ആറി വന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ കാലം കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടും ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.